ഞാനൊരു കാര്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ഈ 90 ദിവസം എന്ന് പറഞ്ഞാൽ വലിയൊരു കാലയളവാണ്. നമ്മുടെ പോലീസിന് അതൊരു ഉച്ചയുറക്കത്തിന്റെ സമയം മാത്രമാണ്. സംഗതി മറ്റൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ കേസിൽ പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യ പെരുന്നാളാണ്. കുറ്റപത്രം കൊടുക്കാൻ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സമയം കിട്ടിയില്ല അത്രേ. ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയെ കുറിച്ചും അതിൽ നമ്മുടെ പിണറായി വിജയന്റെ പോലീസ് നടത്തുന്ന ആ മാസ് പ്രകടനത്തെ കുറിച്ചുമാണ്. സാധാരണ ഒരു പിടിച്ചുപറി കേസാണെങ്കിൽ പ്രതിയുടെ കുടൽമാല വരെ പുറത്തെടുക്കുന്ന പോലീസാണ്. പക്ഷെ സ്വർണത്തിന്റെ കാര്യമാകുമ്പോൾ അവർക്ക് ഭയങ്കര ശാസ്ത്രീയ വിനയമാണ്. ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ SIT ഒന്ന് പന്നിക്കിട്ടപ്പോഴാണ് സംഗതി പുറംലോകം ശരിക്കും അറിഞ്ഞത്. കള്ളന് കഞ്ഞി വെക്കുന്ന ഈ ഏർപ്പാടിനെ കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താലേ, ഒരു വശത്ത് നവോത്ഥാനം, മറുവശത്ത് ശാസ്ത്രീയമായ കൊള്ള. ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം പോയ കേസിൽ ഇപ്പോൾ ഹൈക്കോടതിക്ക് വരെ തോന്നിത്തുടങ്ങി നമ്മുടെ ഇരട്ടച്ചങ്ങന്റെ പോലീസിന് എവിടെയോ ഒരു തകരാറുണ്ടെന്ന്. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് പോലീസ് കള്ളനെ പിടിച്ചു എന്നാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണ്. പോലീസ് കള്ളന് വേണ്ടി കുറ്റപത്രം വൈകിപ്പിച്ചു. 90 ദിവസം തികയാൻ നമ്മുടെ SIT തീയതി നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു പ്രതികൾക്ക് സുഗമമായി ജാമ്യത്തിലിറങ്ങാൻ. ഇതിനെ അന്വേഷണം എന്നല്ല, അന്തർധാര എന്നാണ് പറയേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഒരു റേഞ്ച് നോക്കണേ. രാഷ്ട്രീയ എതിരാളികളെ പൂട്ടാൻ രാത്രിക്ക് രാത്രി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുന്ന പോലീസാണ്. പക്ഷേ സ്വർണ്ണക്കവർച്ചാ കേസ് വരുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു വിനയം വരും. ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നു? അതിന് എന്ത് മറുപടിയാണ് ആഭ്യന്തര വകുപ്പിനുള്ളത്? പ്രതികൾ പുറത്തിറങ്ങുമ്പോൾ അന്വേഷണത്തിന്റെ വിശ്വസ്തത തകരുമെന്ന് കോടതിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ സർക്കാരിന് മാത്രം അത് മനസ്സിലാവുന്നില്ല. ഇനി നമ്മുടെ ദേവസ്വം ബോർഡ്, അവിടെ ഭരണത്തിലിരിക്കുന്നവർക്ക് ശബരിമല എന്ന് പറഞ്ഞാൽ പണം വാരാനുള്ള ഒരു മെഷീൻ മാത്രമാണ്. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു നേരത്തെ ജാമ്യം വാങ്ങി. ഇപ്പോൾ ഇതാ അടുത്ത ടീമും ഇറങ്ങാൻ റെഡി. സ്വർണം പോയി, രേഖകൾ പോയി, ഒടുവിൽ വിശ്വാസ്യതയും പോയി. ബോർഡ് ഓഫീസുകളിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത് SIT എന്തു ചെയ്യുകയാണ്? അതൊക്കെ വായിച്ചു തീർക്കാൻ ഇനി അടുത്ത 5 കൊല്ലം കൂടി വേണോ? ഭക്തർ കാണിക്കയിടുന്നത് പോലീസിന് ശാസ്ത്രീയ അന്വേഷണം നടത്താനല്ല, ആ പണം കൃത്യമായി വിനിയോഗിക്കാനാണ്. SIT കോടതിയിൽ പറഞ്ഞ ഒരു ന്യായമുണ്ട്. പ്രതികൾ പുറത്തിറങ്ങിയാലും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിനാണ് പ്രാധാന്യമെന്ന്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. കുറ്റപത്രം കൊടുക്കാതെ പ്രതികളെ ജാമ്യത്തിലിറങ്ങാൻ വിട്ടിട്ട് അവർ നാളെ കോടതിയിൽ വന്ന് താൻ തെറ്റ് ചെയ്തു എന്ന് ഏറ്റുപറയുമെന്നാണോ ഈ മിടുക്കന്മാർ വിചാരിക്കുന്നത്? ശാസ്ത്രീയ തെളിവുകൾ ഇനിയും ലഭിക്കാനുണ്ടത്രേ. ചൊവ്വയിലേക്ക് റോക്കറ്റ് വിടുന്നതിനേക്കാൾ വലിയ ശാസ്ത്രമാണോ ശബരിമലയിലെ കവർച്ച കണ്ടുപിടിക്കാൻ വേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ഇത് സിസ്റ്റം മൊത്തം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളി പോലെയാണ്. ഒരു വശത്ത് അയ്യപ്പന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കും, മറുവശത്ത് അയ്യപ്പന്റെ സ്വത്ത് കട്ടവർക്ക് രക്ഷപ്പെടാൻ നിയമത്തിന്റെ പഴുതുകൾ വെട്ടിത്തെളിച്ചു കൊടുക്കും. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയുകയില്ലായിരുന്നു. ഇരട്ടച്ചങ്കന്റെ ഭരണത്തിൽ നീതി ലഭിക്കുന്നത് ഇരകൾക്കല്ല, മറിച്ച് പ്രതികൾക്കാണ് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. അല്ല സർക്കാരെ, ആ കുറ്റപത്രം ഒന്ന് തയ്യാറാക്കാൻ ഒരു മുഹൂർത്തം വല്ലതും വേണോ? അതോ പ്രതികൾ വിദേശത്തേക്ക് കടക്കുന്നത് വരെ കാത്തിരിക്കുകയാണോ നിങ്ങൾ? എന്തായാലും നന്നായിട്ടുണ്ട്. ഇതാണ് കേരള മോഡൽ. പ്രതിയായ പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയുടെ പേര് സ്മാർട്ട് ക്രിയേഷൻസ് എന്നാണ്. കമ്പനിയുടെ പേര് പോലെ തന്നെ എല്ലാം സ്മാർട്ടാണ്. സ്വർണം അടിച്ചു മാറ്റിയത് സ്മാർട്ടായിട്ട്, അന്വേഷണം വൈകിപ്പിച്ചത് അതിലും സ്മാർട്ടായിട്ട്, ഒടുവിൽ ഇതാ കുറ്റപത്രം കൊടുക്കാതെ പ്രതികളെ വീട്ടിലെത്തിക്കുന്നത് മഹാ സ്മാർട്ടായിട്ട്. ലക്ഷക്കണക്കിന് രേഖകൾ പരിശോധിക്കാനുണ്ടെന്നാണ് SIT പറയുന്നത്. ഈ ഡിജിറ്റൽ കാലത്ത് ഒരു സെർച്ച് കൊടുത്താൽ കിട്ടുന്ന ഫയലുകൾ നോക്കി തീർക്കാൻ ഇവർക്ക് യുഗങ്ങൾ വേണോ? അതോ രേഖകളിലെ അക്ഷരങ്ങൾ തെളിഞ്ഞു വരാൻ ഇവർ വല്ല മഷിയിട്ട് നോട്ടവും നടത്തുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണ കേസല്ല, മറിച്ച് ഈ നാട് ഭരിക്കുന്ന സംവിധാനങ്ങൾ എത്രത്തോളം അഴുകിപ്പോയി എന്നതിന്റെ പച്ചയായ തെളിവാണ്. സാധാരണക്കാരൻ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ വീട്ടിൽ അർദ്ധരാത്രി പോലീസ് കയറും, 3-ാം മുറ പ്രയോഗിക്കും, പിറ്റേന്ന് തന്നെ കുറ്റപത്രം കോടതിയിൽ എത്തിക്കും. പക്ഷേ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയ പ്രമാണിമാരുടെ കാര്യത്തിൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് ഭയങ്കര വിനയമാണ്. 90 ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവാണ്. ഒരു അന്വേഷണ സംഘത്തിന് കുറ്റപത്രം തയ്യാറാക്കാൻ 3 മാസം പോരെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു പോലീസ് സേനയെ തീറ്റിപ്പോറ്റുന്നത്? സത്യത്തിൽ കുറ്റപത്രം തയ്യാറാക്കാൻ വൈകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കഴിവുകേടല്ല,
മറിച്ച് പ്രതികളെ മാന്യമായി പുറത്തിറക്കാൻ മുകളിൽ നിന്ന് കിട്ടിയ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ ആ ഒരു വാക്കുണ്ട്, അന്വേഷണത്തിന്റെ വിശ്വാസ്യത. അത് പണ്ടേ പോയതാണ് സാർ. ദേവസ്വം ബോർഡ് എന്നാണോ അതോ കൊള്ളക്കാരുടെ ബോർഡ് എന്നാണോ ഇതിനെ വിളിക്കേണ്ടത്? ഭക്തരുടെ വികാരങ്ങളെയും പണത്തെയും ഒരുപോലെ വഞ്ചിക്കുന്ന ഒരു ഭരണകൂടം ഇതിന് കൂട്ടുനിൽക്കുമ്പോൾ ജനങ്ങൾ ആരെ വിശ്വസിക്കണം? ദ്വാരപാലക കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി, കട്ടിളപ്പാളി കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങാൻ പോകുന്നു. ഇനി അടുത്ത ഊഴം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പോലീസ് റെഡ് കാർപ്പറ്റ് വിരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കാനുണ്ട് എന്ന നാടകം കോടതിയിൽ ഇനി എത്ര കാലം കളിക്കും? സത്യത്തിൽ ഈ കേസിന്റെ പോക്ക് കാണുമ്പോൾ ഓരോ മലയാളിക്കും ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ല. സാധാരണക്കാരന്റെ മേൽ കുതിര കയറാൻ ഇരട്ടച്ചങ്കൻ കാണിക്കുന്ന ആ ഒരു തന്റേടമുണ്ടല്ലോ, അതെന്റെ ഈ സ്വർണ്ണക്കള്ളന്മാരുടെ മുന്നിലെത്തുമ്പോൾ വിയർത്തു പോകുന്നത്. 90 ദിവസം ഒരു സാധാരണ ക്രിമിനൽ കേസിൽ കുറ്റപത്രം നൽകാൻ 90 ദിവസം കിട്ടിയിട്ടും അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു അനാസ്ഥയല്ല, അത് കൃത്യമായ തിരക്കഥ തന്നെയാണ്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം എന്ന പഴുതിലൂടെ പുറത്തിറങ്ങാൻ പോലീസ് തന്നെ ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഈ രീതിക്ക് പേര് അന്വേഷണം എന്നല്ല, ഇതിനെ പ്രതി സംരക്ഷണ പദ്ധതി എന്ന് തന്നെ വിളിക്കാം. ജസ്റ്റിസ് ബദറുദ്ദീൻ ഹൈക്കോടതിയിൽ ചോദിച്ച ഓരോ ചോദ്യവും ഈ നാട്ടിലെ ഓരോ ഭക്തന്റെയും ഉള്ളിലെ ചോദ്യമാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് അന്വേഷണത്തിന്റെ വിശ്വസ്തതയെ ബാധിക്കുമെന്ന് കോടതി പറയുമ്പോൾ നാണം കൊണ്ട് തല താഴ്ത്തേണ്ടത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന് എവിടെ നാണം? അന്വേഷണം അതിന്റെ വഴിക്കേ പോകുമെന്ന് അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ആ വഴി പ്രതികളുടെ വീട്ടുപടിക്കലിലേക്കാണ് ചെന്നെത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്ന SITയുടെ വാദം കേട്ടാൽ തോന്നും ഇവർ പുതിയൊരു കേസ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണശാലയിലാണെന്ന്. ശബരിമലയിലെ സ്വർണ്ണമുരുക്കി സ്വർണ്ണ കട്ടികളാക്കി കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കേസിൽ എന്ത് ശാസ്ത്രീയതയാണ് ഇത്രയും കാലം കൊണ്ട് ഇവർക്ക് തെളിയിക്കാൻ കഴിയാത്തത്? ദേവസ്വം ബോർഡ് എന്ന സംവിധാനം തന്നെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് പുരപ്പുറത്ത് കയറിയിരുന്ന് അധികാരം പ്രയോഗിക്കാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. അയ്യപ്പന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ തന്നെ ആ സ്വത്ത് കട്ടു എന്ന് പറയുന്നവർക്ക് കുടപിടിക്കുകയാണ്. മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ഈ നിയമവ്യവസ്ഥയെ നോക്കി പരിഹസിച്ച് ചിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് കട്ടാലും ഞങ്ങളെ രക്ഷിക്കാൻ ഇവിടെ പോലീസുണ്ട്, ഭരണകൂടമുണ്ട് എന്നൊരു ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസ് എന്നേ കുഴിച്ചു മൂടപ്പെട്ടേനെ. നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്കിടെ പറയാറുണ്ട് പോലീസിനെ ആരും പഠിപ്പിക്കേണ്ട എന്ന്. ശരിയാണ്, പ്രതികളെ എങ്ങനെ മാന്യമായി ജാമ്യത്തിലിറക്കാമെന്ന് കേരള പോലീസിന് ആരും പഠിപ്പിക്കേണ്ടതില്ല. അതിൽ അവർ PhD തന്നെ എടുത്തവരാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഈ കാണിക്കുന്നത് നീതിയല്ല, ഇത് നീതി നിഷേധമാണ്. ഭക്തർ നൽകുന്ന ഓരോ രൂപയും ഓരോ തരി സ്വർണവും വിശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് നിങ്ങൾ വഞ്ചിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.